ഈ പ്രസംഗം അല്ലെങ്കിൽ പഠിപ്പിക്കൽ കേട്ടിട്ട് ഒരു മനുഷ്യൻ ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ യൂദാമതം പിന്തുടരുന്നല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മറുപടി എന്താണ്? കർത്താവായ യേശു ക്രിസ്തു എന്തു പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കാം. അതിനേക്കാൾ കൂടുതൽ വലിയൊരു മറുപടി നമുക്ക് പറയാനില്ല. രക്ഷ യഹൂദനിൽ നിന്നല്ലോ മറിഞ്ഞു കിടക്കുന്നു. അതെവിടാണ്? യോഹന്നാൻ പുസ്തകം 4-ാം അധ്യായം 22-ാമത്തെ വാക്യം. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. ആരാ പറഞ്ഞതെന്നു? ഇത് ആര് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്? യേശു. യേശു എന്താ പറഞ്ഞു? രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ. അതിനർത്ഥം എന്താണ്? വേറെ പിന്നെ ഒരു ഭാഗത്തു നിന്ന് മാത്രമേ രക്ഷ വരുന്നുള്ളൂ. യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ. ആർക്കൊക്കെ വരുന്നത്? സർവ്വലോകത്തിനും രക്ഷ വരാൻ രക്ഷാപദ്ധതി എവിടെ കൊടുത്തിരുന്നു? യഹൂദൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു. ഓക്കെ, ഈ യഹൂദൻ്റെ കയ്യിൽ കൊടുത്തിരുന്നതിന് എന്തോ പറ്റി? അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൻ്റെ എനിക്ക് തോന്നുന്നു 43-ാമത്തെ വാക്യമാണെന്ന്, അതും വായിക്കണം. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതികൾക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ലേ? യഹൂദൻ്റെ പക്കൽ നിന്ന് എടുത്ത് ജാതികൾക്ക്. അപ്പോൾ ജാതിക്ക് കിട്ടിയിരിക്കുന്ന എവിടുന്നാ? അപ്പോൾ നമ്മളെ കുറ്റം പറയുന്നത് എന്താ? നിങ്ങൾ യഹൂദമതം പിന്തുടരുന്നവരാണെന്ന് നമ്മളെ പറ്റി കുറ്റം പറയാം. രക്ഷ എവിടുന്ന് വരുന്നു? യഹൂദനിൽ നിന്നും. അപ്പോൾ യഹൂദൻ വിശ്വസനല്ലാതെ കൊണ്ട് യഹൂദൻ്റെ പക്കൽ നിന്നെടുത്ത് അത് അപ്പോൾ ജാതികൾക്ക് കിട്ടിയിരിക്കുന്ന എവിടുന്നാണ്? യഹൂദൻ്റെ പക്കൽ. ആരാ എടുത്ത് ഇങ്ങോട്ട് തന്നത്? ഇനിയും വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യമാണെന്ന് തോന്നുന്നു. റോമർ 11:17. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് അപ്പോൾ ഏത് മരത്തിൻ്റെ കൊമ്പാണ് ഒടിച്ചത്? നല്ല ഒലിവിൻ്റെ കൊമ്പ് ചിലതിൽ ഒടിച്ചിട്ട്. ഓക്കെ, നല്ല കൊമ്പുകൾ ഏതാ? യഹൂദൻ. അത് ചിലത് എല്ലാം ഒടിച്ചു? ഇല്ല, ചിലത് ഒടിച്ചിട്ട്. പിന്നെന്തോ ചെയ്തു? നീ ആരാ? നിന്നെ എന്ന് പറയുന്ന ആരെയാ? ജാതികൾ അല്ലേ? കാട്ടൊലിവായ നിന്നെ എന്ത് ചെയ്തു? അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. എങ്ങോട്ട് ഒട്ടിച്ചു ചേർത്തു? കാട്ടൊലിവ് ജാതികളെ എങ്ങോട്ട് ഒട്ടിച്ചു? എന്നിട്ട് അങ്ങോട്ട് വായിച്ച്. ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർത്തു. എന്തിനാ ഈ കാട്ടൊലിവിനെ എടുത്ത് നല്ലൊലിവിനോട്ട് ഒട്ടിച്ചത്? എന്തിനാ? കാട്ടൊലിവ് കയ്പാ കായ്ക്കുന്നത് അല്ലേ? കാട്ടൊലിവ് എന്ത് കായ്ക്കുന്നു? കയ്പ് കായ്ക്കുന്നു. ഇതൊന്നും നല്ലത് കായ്ക്കണം. അതിനെന്ത് ചെയ്തു? ഇതിനെ എടുത്ത് എങ്ങോട്ട് ഒട്ടിച്ചു? നല്ലതാരാ? യഹൂദൻ എന്ന് പറയുന്ന മരം എന്ന് പറഞ്ഞ അർത്ഥം യഹൂദന് കൊടുത്തിരുന്ന രക്ഷാപദ്ധതി എന്നർത്ഥം. അപ്പോൾ നിന്നെ എടുത്ത് എങ്ങോട്ട് ഒട്ടിച്ചു? യഹൂദൻ്റെ ഒടിച്ചു കളഞ്ഞ സ്ഥാനത്ത് നിന്നെ ഒട്ടിച്ചു. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നിട്ട് എന്ത് ചെയ്തു? ഒട്ടിച്ചു ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർത്തു. താഴോട്ട് വായിച്ചോളൂ. എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല നിന്നെ അത്ര ചുമക്കുന്നു എന്ന് ഓർക്കാം. വേരാരാ? ഇതനുസരിച്ച് ഒലിവ് വൃക്ഷം അത് ആരെ ചുമക്കുന്നു? എടാ, ഈ മരത്തിൽ ഇരുന്നോണ്ടാ പറയുന്നേ യഹൂദൻ്റെ വേണ്ടാന്ന്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? നീ കാട്ടൊലിവ്, നീ കയ്പ് കായ്ക്കുന്നു, നീ എങ്ങനെങ്കിലും നല്ലത് കായ്ക്കണം. അതിന് ദൈവം എന്ത് ചെയ്തു? കാട്ടൊലിവ് അവിശ്വസ്തരായിരുന്ന ഫലം കായ്ക്കാത്ത കൊമ്പുകളെ ഓടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ ഇതിനോട് ഒട്ടിച്ചു ചേർത്തു അല്ലേ? അപ്പോൾ ചോദിക്കുകയാണ്, നീ വേരിനെയാണോ ചുമക്കുന്നത്? വേര് നിന്നെയാണോ ചുമക്കുന്നത്? വേര് നിന്നെ ചുമക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? നമ്മൾ യഹൂദ മരം എന്ന് പറഞ്ഞാൽ ദൈവം സ്ഥാപിച്ച രക്ഷാപദ്ധതി എന്ന് ചുരുക്കം.
അതിനോട് നിന്നെ. അപ്പം ഇദ്ദേഹം എന്താ പറയുന്നത്? നിങ്ങളിപ്പോഴും യഹൂദ മതമാണോ? രക്ഷ എവിടുന്ന് വരുന്നു? ഈ ക്രിസ്ത്യാനിത്വം എവിടുന്നാണ് തുടങ്ങി? ഒരു യഹൂദൻ, കർത്താവായ യേശു ക്രിസ്തു 12 യഹൂദന്മാരെ വിളിച്ചു. ആരാ? ശിഷ്യന്മാരെ വിളിച്ചു. എന്നിട്ട് എന്തോന്നാ പറയുന്നത്? നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം അറിയിക്കുകയും എന്നിട്ട് നിങ്ങൾ സകല ജാതികളെയും യഹൂദനെ ശിഷ്യനാക്കിക്കൊള്ളുവിൻ. എന്താ പറയുന്നു? ഞാൻ ചിന്തിക്കാൻ വേണ്ടി ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. സകല ജാതികളെയും എൻ്റെ ശിഷ്യൻ. ഞാൻ ആരാ? കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു ആരാ? യഹൂദൻ. 12 ശിഷ്യന്മാരാരാ? യഹൂദന്മാര്. ഈ പെന്തക്കോസ്ത് നാളിൽ 3000 പേര് സ്നാനപ്പെട്ടവരാരാ? യഹൂദന്മാരാണ്. അപ്പോൾ എന്താണ്? ഈ കർത്താവായ യേശു ക്രിസ്തു യഹൂദൻ, മറ്റ് യഹൂദന്മാർ 12 പേര് ശിഷ്യന്മാർ. അതിൽ ഒരാൾ അങ്ങ് പോയി, അതിന് പകരം മർത്തിയാസിനെ എടുത്തു. എന്നിട്ട് വിളിച്ചിട്ട് അവർ എന്ത് പറയുന്നു? നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം പ്രസംഗിച്ചിട്ട് സകല മനുഷ്യരെയും. ആരുടെ ശിഷ്യൻ? യേശു ആരാ? യഹൂദൻ. അപ്പോൾ ഇവ യഹൂദൻ ഇതിനകത്ത് പോകുന്നില്ലെന്ന്. യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമാണ് കർത്താവായ യേശു ക്രിസ്തു. ഇതെവിടെയും പോകുന്നില്ലെന്ന് അല്ലേ? അപ്പോൾ വീണ്ടും രക്ഷ എവിടുന്ന് വരുന്നു? അപ്പോൾ ഈ ആൾ ചോദിച്ചിരിക്കുന്നതിന് നിങ്ങൾ ഇപ്പോഴും യൂതമതം ആണെന്ന്. ഉത്തരം എന്തുവാ? ആന്ന്. രക്ഷാപദ്ധതി ആരുടെ കയ്യിൽ കൊടുത്തു? ജാതികളുടെ കൊടുത്തോ? ജാതികളുടെ കൊടുത്തായിട്ട് ഒരു രേഖയും ഈ വേദപുസ്തകത്തിലില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ നമുക്ക് സംസാരിക്കാം. കൊർന്നല്യോസിനോട് പറയാ, നീ ആരുടെ അടുക്ക് പോകാൻ? അതിനാ പത്രോസിൻ്റെ അടുക്ക് പോകുന്നു. അതല്ലേ, സകല ജാതികൾക്കുമുള്ള കാര്യം ആരുടെ കയ്യിൽ കൊടുത്തു? ഇനി വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായത്തിന് 4-ാമത്തെ വാക്യം വായിക്കാം. ഈ ചോദ്യം ചോദിച്ച ആൾ ഇത് കേട്ട് മനസ്സിലാക്കുന്നെങ്കിൽ ആക്കിക്കോട്ടെ, നമ്മൾ പറയുന്നേ ഉള്ളൂ. അവർ ഇസ്രായേലിയർ. ആര്? യഹൂദന്മാർ, ഇസ്രായേലിയർ. പുത്രത്വവും തേജസ്സും. പുത്രത്വം ആർക്കുള്ളതാ? ജാതികൾക്കോ? യേശുവിലൂടെ ഉണ്ട്. പുത്രത്വം ആർക്കുള്ളതാ? യഹൂദന്മാർക്ക്. ഓക്കെ, ഇത് ആർക്കാ ലേഖനം എഴുതുന്നത്? റോമർ. പൗലോസ് റോമർക്ക് ലേഖനം എഴുതുന്നു. റോമക്കാരാരാ? അപ്പം യഹൂദനായിരിക്കുന്ന പൗലോസ് ജാതികളോട് പറയാണ്. കാര്യം വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കുമോ അല്ലേ? യഹൂദൻ ഇങ്ങോട്ട് മാറിയെന്നോളൂ. യഹൂദനായ പൗലോസ് ജാതികളോട് പറയുകയാണ്. എന്തു പറയുന്നു? അവർ ഇസ്രായേലിയർ. പിന്നെ പുത്രത്വം ആർക്കുള്ളതാണ്? യഹൂദനുള്ളതാണ്. പിന്നെ ആർക്കുള്ളതാ? തേജസ് ആർക്കുള്ളതാ? യഹൂദന്മാർക്ക്. അതിൻ്റെ അർത്ഥം എന്തുവാ? തേജസ് അവർക്കുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ എന്ന് പറഞ്ഞാൽ ദൈവ തേജസ് കണ്ടിട്ടുള്ള ഒരൊറ്റ ജനമാരാ? യഹൂദന്മാരും. എപ്പോൾ കണ്ടു? അറ്റ്ലീസ്റ്റ് 2 കാര്യം പറയണം. സീനായി പർവ്വതത്തിൽ ദൈവം ഇറങ്ങിപ്പെടും, മല തീ കൊണ്ട് ആളിക്കത്തി. 1. രണ്ടാമത് എന്താണ്? സമാഗമന കൂടാരത്തിൽ ദൈവ തേജസ് ഇറങ്ങി വന്നു. ആര് കണ്ടു? എത്ര ജാതികൾ കണ്ടു? ആരും കണ്ടില്ല. അതുകൊണ്ട് ദൈവ തേജസ് കണ്ടോ ഒരു ജനമേ ഉള്ളൂ ഭൂമിയുടെ മുഖത്ത്. ആരാണ്? ഇസ്രായേലിയർ. അതുകൊണ്ട് അവർ ഇസ്രായേലിയർ. പുത്രത്വം അവർക്കുള്ളത്, തേജസ് അവർക്കുള്ളത്. പിന്നെന്തുണ്ട്? നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ 10 കൽപ്പനയായാലും ബാക്കി ഏത് ദൈവ നിയമങ്ങൾ കവനന്റ് ആർക്ക് കൊടുത്തു? എല്ലാം ഉണ്ട്. ഇത് ദൈവം ആരോട് നിയമം ചെയ്തു? ഇസ്രായേലിനോട്. ജാതികളോട് നിയമം ചെയ്തതായിട്ട് എവിടെയെങ്കിലും രേഖയുണ്ടോ? ഇല്ല. അപ്പം നിയമങ്ങൾ,
പിന്നെ നിയമം കഴിഞ്ഞിട്ട് ഹോൾഡ് ഓൺ, നിയമം കഴിഞ്ഞിട്ട് പിന്നെന്താണ്? ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ കൽപ്പന. 10 കൽപ്പന ആരുടെ കൊടുത്തു? മോശയുടെ കയ്യിൽ. ഇപ്പം നമ്മൾ മോഷ്ടിക്കരുതെന്ന് പറയുന്ന കൽപ്പന ആരുടെ കൊടുത്തു? എടാ, അത് യഹൂദ മതമല്ലേ? എനിക്ക് സമതല തെറ്റുന്നില്ല. ഈ ബുദ്ധിയില്ലാത്ത സംസാരം അല്ലേ? വ്യഭിചാരം ചെയ്യരുതെന്നുള്ള കൽപ്പന ആർക്ക് കൊടുത്തു? ജാതികളുടെ ഇല്ലെന്ന് കൊടുത്തേ. അബ്രാഹാമിനെ പറഞ്ഞിട്ട് എന്ത് പറയുന്നു? ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. എന്നിട്ട് ന്യായപ്രമാണങ്ങളും കൽപ്പനകളും ദൈവവാഗ്ദത്തങ്ങളും അങ്ങനെ രക്ഷാപദ്ധതി മുഴുവനും ആരെ ഏൽപ്പിച്ചു? സന്തതിയെ ഏൽപ്പിച്ചു. അവരോട് എന്ന് പറഞ്ഞു? ദ്വീപുകൾ കാത്തിരിക്കും, നീ പോയി. അത് തന്നെയാ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നു, ഭൂലോകത്തിലൊക്കെ പോയി പ്രസംഗിക്കാൻ. എല്ലാ യഹൂദന്മാർ തന്നെ. പിന്നെന്താണ്? ആരാധന ആരുടെ കൊടുത്തു? ജാതികളോട്. ജാതികൾക്ക് ആരാധനക്രമം ദൈവം കൊടുത്തോ? ആരുടെ കൊടുത്തെന്നാ പൗലോസ് പറയുന്നത്? വായിച്ചോളൂ. ആരാധന അവർക്ക് കൊടുത്താണ്. വാഗ്ദത്തങ്ങൾ ആർക്കുള്ളത്? അവർക്കുള്ളവ. നിനക്കെന്തുകൊണ്ട്? ഒരു ചുക്കുമില്ല. അങ്ങനെ തന്നെ പറയാം. നിനക്കെന്തുകൊണ്ട്? ഇതെല്ലാം നമുക്കുണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുന്നത് ആരുടെ കയ്യിൽ നിന്നു? ദൈവരാജ്യം അവൻ്റെ പക്കൽ നിന്നെടുത്തോ. അപ്പം അവൻ്റെ കയ്യിൽ ഇരുന്നല്ലേ നിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. പിന്നെന്തോ ഈ പറയുന്നത്? ബുദ്ധിയില്ലായ്മ പറയുന്നത്. അത് യഹൂദ മതം നിങ്ങളിപ്പോഴും പിന്തുടരുന്നു എന്ന് പറയുന്നത് ബുദ്ധി ഇല്ലാത്ത ആലോചന. പിന്നെന്താണ്? ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലയോ ഉത്ഭവിച്ചത്. എന്നിട്ട് അവൻ സർവത്തിനു മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ആമേൻ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അവിടെ വരെ മതി. ഒരു കാര്യം ചെയ്യാം. അവർ ഇസ്രായേലിയർ അല്ലേ? പിന്നെന്താണ്? പുത്രത്വം അവർക്കുള്ളത് അവർക്ക്. എനിക്ക് വേണ്ട. എനിക്ക് യഹൂദ മതവും വേണ്ട, അവർക്ക് കൊടുത്തിരുന്നതും എനിക്ക് വേണ്ട. ആ പുത്രത്വം എടുത്ത് കൊടുക്കാം, അങ്ങ് മാറ്റാം. യഹൂദന് കൊടുത്ത ഒന്നും എനിക്ക് വേണ്ട. അപ്പോൾ പുത്രത്വം എടുത്ത് അങ്ങ് മാറ്റി. പിന്നെന്ത് കൊടുത്തു? തേജസ്. എടുത്ത് മാറ്റണോ? മാറ്റാം. കാര്യം അവന് കൊടുത്തതില്ലേ. അവന് കൊടുത്തതൊന്നും എനിക്ക് വേണ്ട, അതങ്ങ് മാറ്റി. തേജസ്സും പോയി. നിയമങ്ങൾ അല്ലേ? നിയമങ്ങൾ എന്ന് പറയുന്നത് ദൈവം ചെയ്തിട്ടുള്ള ഉടമ്പടികൾ. ജാതിയോട് എന്തോ ഉടമ്പടി ചെയ്തു? ഒന്നും ചെയ്തില്ല. യഹൂദന് കൊടുത്ത് നമുക്ക് അശേഷം വേണ്ട. അപ്പോൾ അതും എടുത്തങ്ങ് മാറ്റാം. പിന്നെ ന്യായപ്രമാണം ന്യായപ്രമാണം എടുത്ത് മാറ്റാം അല്ലേ? പറയും യഹൂദന് കൊടുത്തല്ലേ, എന്ത് ചെയ്യാം? എനിക്ക് വേണ്ട, അതെടുത്ത് മാറ്റാം. അതും അങ്ങ് മാറ്റി. പിന്നെന്തോ മാറ്റി? ആരാധനയും മാറ്റി. പിന്നെ വാഗ്ദത്തങ്ങളും മാറ്റി. ക്രിസ്തുവിനെ മാറ്റണോ? മാറ്റാം. അത് വല്ലതും തൊട്ട് കിട്ടണോ? ശരിയില്ലേ? അങ്ങനെ തന്നെ ഇരുന്നോട്ട് അല്ലേ? ഈ പേരിലേ നടക്കൂ ഇത്. അതുകൊണ്ട് അതിരുന്നോട്ട്. ക്രിസ്തുവിനെ മാറ്റണോ സാറേ? അല്ല, ഇവർ പറയുന്നതനുസരിച്ച് എന്ത് വേണം? യഹൂദന് കൊടുത്തൊന്നും നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ എന്താണ്? ക്രിസ്തുവിനെ മാറ്റണം. അപ്പം നിനക്കെന്തോ ഉണ്ട്? റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കും. യഹൂദന് വിശേഷത. യഹൂദന് ഇല്ലെന്നാ പറയുന്നേ. ഇവരെന്ത് പറയുന്നു? യഹൂദനൊരു വിശേഷത ഇല്ല, അവരെ വേണ്ടെന്നോ. യഹൂദന് കൊടുത്തൊന്നും എനിക്ക് വേണ്ട, അതെടുത്തെന്ന് എല്ലാം മാറ്റി. അതുകൊണ്ട് നമ്മൾ വേറൊരു വേദഭാഗം വായിക്കുക. എന്താണ്? യഹൂദൻ എന്ത് വിശേഷത? അല്ല, പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത്തേത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. അയ്യോ, യഹൂദന്റെ അരുളപ്പാടുകളെല്ലാം ആരുടെ കൊടുത്തു? ദൈവത്തിന്റെ അരുളപ്പാടുകൾ നമുക്ക് വേണ്ടല്ലോ.
എടുത്ത് മാറ്റിയേക്കാം. ദൈവത്തിൻ്റെ അരുളപ്പാടല്ലേ യഹൂദന്മാർക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് യഹൂദന് കൊടുത്ത് ഒന്നും എനിക്ക് വേണ്ട, അതങ്ങെടുത്ത് മാറ്റി. പിന്നെ നിനക്കെന്തുണ്ട്? ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളും ഇല്ല. അപ്പൊ യഹൂദന്മാരിൽ ചില കൊമ്പുകൾ ഒടിച്ചു. അവരുടെ അവിശ്വസ്തത കൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുമോ? നമ്മളെ ഇപ്പൊ എന്തോ വിളിക്കുന്നത്? ക്രിസ്തീയ ജനത്തെ ആത്മീയ ഇസ്രായേൽ. ആത്മീയ ഇസ്രായേൽ എവിടുന്ന് കിട്ടി? പേര് അവർക്കുള്ളതല്ലേ, ഒന്നും വേണ്ട. ഇല്ലൊന്നും നടക്കുമോ? എങ്ങും പോകത്തില്ല. അപ്പോൾ ചോദ്യം കണ്ടിരിക്കുന്നു, ബുദ്ധിശൂന്യമായ ചോദ്യം. ബുദ്ധിശൂന്യമായത് ഈ ചോദ്യത്തിനനുസരിച്ച് വേണം മറുപടി കൊടുക്കാൻ. വാസ്തവത്തിൽ ശൂന്യമായ മറുപടിയാണ് കൊടുക്കേണ്ടത്. ശരിയാവത്തില്ലല്ലോ. എന്ത് പറയുന്നു? ഡൗട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽപ്പി, അടിമനുഭവത്തിൽ പിന്നെയും നിങ്ങൾ കുടുങ്ങി പോകരുത് എന്ന വചനം ഞാൻ പറഞ്ഞല്ല, ദൈവം പറഞ്ഞതാണ്. ഇനി അടിമതുകം എന്ന് പറഞ്ഞാൽ എന്തുവാ? അടിമനുഭവം എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ കൊണ്ടു നടന്നതായിരിക്കുന്ന ആരാധനാ സമ്പ്രദായം. അത് അടിമതുകം. നാക്കിന് നാക്ക്, ഇടിക്ക് ഇടി, പൊടിക്ക് പൊടി, ഇതൊക്കെയായിരുന്നു. അതുകൊണ്ടാണ് മഗ്ദലക്കാറ്റ് മലയെ കല്ലെറിയാനായിട്ട് അങ്ങോട്ട് പോകുന്നത്. അതൊക്കെ യേശു വന്നപ്പോൾ മാറിപ്പോയി. ഇനി ഗലാത്യർക്കെതിരെ 5:18 വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. കണ്ടോ? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. ഇനി ഇരിക്കാം. ഓക്കെ, ഇനിയും ഇത് അല്പം നീങ്ങിപ്പോവും, എന്നാലും പറയാം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ അല്ല എന്ന് പറഞ്ഞാൽ ഇനി ന്യായപ്രമാണം അനുസരിക്കണ്ട. അവിടെയായി കുഴപ്പം വന്നിരിക്കുന്നേ. നിങ്ങൾ കർത്താവിനെ അനുസരിക്കുകയും നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി മേല ന്യായപ്രമാണം അനുസരിക്കണ്ട. ചോദ്യം ചോദിച്ചു, ചോദ്യത്തിന്റെ ഉത്തരവും പറയുക, അല്ലേ? അതന്നെ, നമുക്കെല്ലാം ചന്തമായും ക്രമമായും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ അല്ല. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അത് തരാം. അത് ന്യായപ്രമാണത്തിന് കീഴിൽ എന്നൊരു ഭാഗമുണ്ട്. അത് സാറ് പോയി വായിച്ചു നോക്കണം. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ന്യായപ്രമാണം അനുസരിച്ച് രക്ഷ പ്രാപിക്കാമെന്ന് വിശ്വസിക്കുന്നവരല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങളെല്ലാം വിശകലനം ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അനുസരിക്കേണ്ടെന്ന് വന്നാൽ പിന്നെന്താണ്? ദൈവവുമില്ല, ദേവനുമില്ല. കർമ്മം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കത്തില്ലെന്ന് ആ ന്യായപ്രമാണത്തിന് കീഴിൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അല്ലാതെ ന്യായപ്രമാണം അനുസരിക്കേണ്ടതല്ല. നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ അല്ല. ന്യായപ്രമാണം ആര് തന്നു? കേട്ടില്ല. ന്യായപ്രമാണം ആര് തന്നു? എന്നിട്ട് നമുക്ക് തന്നു. അപ്പം ദൈവം തന്ന ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല നമ്മൾ. ന്യായപ്രമാണത്തിന് ദോഷം വരാൻ പറ്റത്തില്ല, കാര്യം തന്നിരിക്കുന്ന ദൈവമാണ്. അപ്പോൾ ആ ന്യായപ്രമാണത്തിനെങ്കിലും ദോഷമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കുറവാണ്, ന്യായപ്രമാണത്തിൻ്റെ കുറവല്ല. ന്യായപ്രമാണം ഓക്കെ, വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. സാധാരണ പറഞ്ഞു കേൾക്കാറുള്ള കാര്യമാണ്, അതുകൊണ്ട് വായിക്കാം. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. കീഴ്പ്പെടണോ? പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞത് നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയാം ഇപ്പം പറഞ്ഞു വരുന്നു. ന്യായപ്രമാണം രണ്ടുണ്ട്. ഈ രണ്ടില്ല എന്ന് പറയുന്ന ആ കുഴപ്പം. ഇനി വേറൊരു ഭാഗം കൂടെ വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിൻ്റെ എബ്രായർ 8-ന്റെ
7 വായി. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒന്നാമത്തേത് കുറവുള്ളതായിരുന്നു അല്ലേ? ഒന്നാമത്തേതിന് കുറവുണ്ടായിരുന്നു. ഈ കുറവുള്ള ആരാ തന്നത്? ന്യായപ്രമാണം തന്നാരാ? ന്യായപ്രമാണം എഴുതിയതാരാ? അതിന് കുറവുണ്ടായിരുന്നെങ്കിൽ ആരുടെ കുഴപ്പമാണ്? അങ്ങനെ ഇരിക്കുന്നു. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേന് എടാ വിദ്വാൻമാരൊക്കെ കയറിയെന്ന് പ്രസംഗിക്കുന്നതിന് ഞാൻ കേട്ടിട്ടുമുണ്ട്. ഒന്നാമത്തെ നിയമം കുറവുള്ളതായിരുന്നു. അപ്പോൾ കുറവുള്ളതായിരുന്നില്ല ആരുടെ കുഴപ്പം? ഇത് ദൈവത്തിൻ്റെ കുഴപ്പം. അതുപോലെ വേറൊരു കാര്യം പറയാൻ, എന്നാ കല്ലിൽ അക്ഷരമായി കുത്തിയിരുന്ന പറ മരണ കല്ലിൽ കുത്തിയത് എന്തോ ശുശ്രൂഷയായിരുന്നു? കൊത്തുകാരനാരാ? കൊത്തി എന്തോ തന്നു? മരണ ശുശ്രൂഷ കൊത്തി തന്നു. അങ്ങനെയാണ് എന്തോ അവിടെ പറയുകയാണ്, ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന മരണഹേതുവായി തീർന്നു നീ ഞാൻ. അപ്പൊ തന്നതെന്തിനാ? കല്ലേൽ അക്ഷരമായി തന്നതെന്തിനാ? അനുസരിച്ച് ജീവിക്കാൻ. അപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? ഏതൻ തോട്ടത്തിലുള്ള സ്വഭാവം അവരോടെന്ത് പറഞ്ഞു? നീ തിന്നരുത്, തിന്നാൽ നീ മരിക്കും, തിന്നാതിരുന്നാൽ നീ ജീവിക്കും. എന്തോ ഇതിന് കിട്ടിയ കൽപ്പനയാണ്. അതെടുത്ത് നോക്കുന്നതിരിക്കട്ടെ, അതെടുത്ത് നോക്കിയാൽ എന്തിന് ലഭിച്ച കൽപ്പനയാണ്? ജീവിക്കാൻ തന്ന കൽപ്പന. അത് ലംഘിച്ചപ്പോൾ എന്തോ പറ്റി? മരണമായി തീർന്നു അല്ലേ? റോമർക്ക് എഴുതിയ ലേഖനം 7:12 തോന്നുന്നു, വായിച്ചു നോക്കി. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, വേണ്ട, എനിക്ക് വേണ്ട. ഇത് ആരുടെ കൊടുത്തതാ? അത് യഹൂദമതത്തിന് കൊടുത്താൽ എനിക്കിത് വേണ്ട. എന്താ പറയുന്നു? വിശുദ്ധമാണ് ന്യായപ്രമാണം, വിശുദ്ധം. കൽപ്പന ന്യായം, നല്ലത്, വേണ്ട. കാര്യം എന്നാ? ആരുടെ കൊടുത്തതാ? നിങ്ങളിപ്പോഴും യഹൂദ മതത്തിലാണോ ജീവിക്കുന്നത്? ഈ ചോദിച്ചവൻ ഏത് മതത്തിലാണ് ജീവിക്കുന്നത് എനിക്കറിഞ്ഞൂടാ. വീട്ടിൽ പോയിരുന്ന് ചിന്തിച്ച് നോക്കണമെന്ന്. തലയ്ക്കകത്തൊരു ചോറുണ്ടല്ലോ. തിരിച്ചു പോയി വായിക്കാൻ മറന്നുപോയി. തിരിച്ച് എബ്രായ ലേഖനം 8-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിച്ചിട്ട് 8-ാമത്തെയും കൂടെ വായിക്കും നമ്മൾ. സോറി, താങ്ക് യു ഫോർ റിമൈൻഡിങ്. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടമന്വേഷിക്കുകയായിരുന്നു. എന്നാൽ അവൻ അവരെ ആരെ ആക്ഷേപിച്ചുകൊണ്ട്? ഇത് ഏറ്റുവാങ്ങിയവരെ. അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് എന്തു പറയുന്നു? അരളി ചെയ്യുന്നു. അത് വായിക്കുന്നതിന് മുമ്പേ അല്ലേ? അപ്പം ആരുടെ കുഴപ്പമാണ്? നിയമം എഴുതിയ ദൈവത്തിൻ്റെ കുഴപ്പമാണോ? ഏറ്റുവാങ്ങി അനുസരിക്കാൻ ഉള്ളത് അനുസരിക്കാതിരുന്നവൻ്റെ കുഴപ്പമാണോ? അപ്പോഴും നല്ല കൽപ്പന, വിശുദ്ധമായിട്ടുള്ള കൽപ്പന, ന്യായമായിട്ടുള്ള കൽപ്പന എന്ത് ചെയ്തു? അതിനെ മരണ ശുശ്രൂഷയായി ഹേതുവായി തീർന്നു. എന്നിട്ട് 8-ാമത്തെ വാക്യം എന്ന് പറയുന്നു, ശ്രദ്ധിച്ചു. അതുകൊണ്ട് അല്ല, അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അവിടെ നിർത്തിയാൽ പുതിയ നിയമം ആരോട് ചെയ്യുന്നു? അല്ല, ക്രിസ്ത്യാനികളോടാ ചെയ്തത്. പഴയ നിയമം ആരോട് ചെയ്തു? യഹൂദനോട് ചെയ്തു. പുതിയ നിയമം ആരോട് ചെയ്തു? എന്താണെന്ന് ബുദ്ധിയില്ലാത്ത സംസാരം.
ആലോചനയില്ലാത്ത. എടാ, ജാതികളോട് ദൈവം ഒരിക്കലും ഒരു നിയമവും ചെയ്തിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, യഹൂദൻ്റെ പക്കൽ ഏൽപ്പിച്ചിരുന്നത് ഞാൻ അതുപോലെ എടുത്ത്. എന്തൊരു സംസാരമായത്! ഈ സംസാരം കൊണ്ട് ജനകോടികൾ പാപത്തിൽ മരിക്കുകയാണ്. കാര്യം എന്നാണ്? നാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അനുസരിച്ച് രക്ഷ പ്രാപിക്കാമെന്ന് പറഞ്ഞ് ന്യായപ്രമാണത്തിൻ്റെ കീഴ്പ്പെട്ട് അതിനെ അനുസരിക്കുന്നവരല്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. ന്യായപ്രമാണമല്ല രക്ഷിതാവ്. ആരാ രക്ഷിതാവ്? കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ന്യായപ്രമാണത്തിൻ്റെ ഉദ്യോഗം എന്തുവാ? പാപത്തെപ്പറ്റി ബോധം വരുത്തുക. അപ്പോൾ ഇല്ല, ഞാൻ ഒരു 2-3 പേരെ ആവശ്യമാണ്. ഇങ്ങോട്ട് വാ, ആരെങ്കിലും വോളണ്ടിയേഴ്സ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. സാറിൻ്റെ പേര് ന്യായപ്രമാണം എന്നാ. എന്തുവാ? അതെ. സാറിൻ്റെ പേര് ലംഘനം എന്നാ. എന്തുവാ? ലംഘനം. ആ, സാറിൻ്റെ പേര് ഇത് പറയാനാ വലിയ പ്രയാസമാണ്. ഈ സാറിൻ്റെ പേര് പാപം എന്നാ. ഈ ആള് കുഴപ്പമില്ല, കർത്താവായ യേശുക്രിസ്തു ഇരിക്കട്ടെ. മനസ്സിലായോ? ഞാൻ ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ന്യായപ്രമാണം ഇല്ല. അപ്പോൾ ഇരുന്നു. ന്യായപ്രമാണം ഇല്ല. ന്യായപ്രമാണം ഇല്ലാത്തതുകൊണ്ട് ആരില്ല? ലംഘനമില്ല. അപ്പോ പാപമുണ്ടോ? പാപം പോന്നു. കർത്താവിനെ കൊണ്ട് ആവശ്യമുണ്ടോ? എന്നാ പൊക്കോ. എന്ന് മനസ്സിലായി? വല്ലവും കേട്ടോന്ന്? ഒരു ചെവി ചെകിടാണെങ്കിൽ നല്ലതാണ്. കാര്യം ഇതിലേ കയറി ഇതിനകത്തിരുന്നോളും. 2 ചെവിയും കേൾവിയും ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമാണ്. ഇതിനകത്ത് കയറി മറ്റേതിനകത്തൂടെ പോക്കാം. അപ്പോൾ ഒരു ചെവി ചെകിടാണെന്നില്ല, വലിയ കുഴപ്പമില്ല. ഓക്കെ. ഇതൊന്നു മാത്രം പറഞ്ഞ് 10 കൽപ്പനകൾ അടങ്ങിയ യഹോവയുടെ ന്യായപ്രമാണം മാത്രമാണ് താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ല, അല്ല, മറ്റേ മോശയ്ക്ക് ദൈവം കൊടുത്ത, മോശയ്ക്ക് പറഞ്ഞു കൊടുത്തിരുന്നതായിരിക്കുന്ന ന്യായപ്രമാണമുണ്ട്. ജനത്തെ വഴി നടത്താൻ ക്ഷമയ പുസ്തകത്തിലൊക്കെ കേട്ടു. പറയാം. ഇല്ല സാറേ, ഞാൻ പറയട്ടെ. ഒന്നുകൂടെ പറയാം. നമുക്ക് നിയമപ്പെട്ടതിൻ്റെ അടുക്ക് പാം. ശ്രദ്ധയോടെ ക്ഷമയോടെ കേട്ടോണം. ഞാൻ പറഞ്ഞു തീരുന്നിടം വരെ പ്ലീസ് ഒന്നും ചെയ്യരുത്. നിയമപ്പെട്ടകം അതിനകത്തെന്തുകൊണ്ട് 10 കൽപ്പനയുണ്ട്. ആവർത്തന പുസ്തകം 31:24. ഇങ്ങോട്ട് വാ. പറഞ്ഞോളൂ. ആവർത്തന പുസ്തകം 31:24 വാക്യം. മോശെ ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ മുഴുവനും ഒരു പുസ്തകത്തിൽ എഴുതി. അവിടെ നിൽക്കട്ടെ. ആരെഴുതി? മോശെ. എവിടെ എഴുതി? പുസ്തകത്തിൽ എഴുതി. എന്നിട്ട് വായിച്ചോളൂ. മുഴുവനും ഒരു പുസ്തകത്തിൽ എഴുതി തീർന്നപ്പോൾ യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവ്യരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഈ ന്യായപ്രമാണ പുസ്തകം എടുത്ത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തിനരികെ വെപ്പീൻ. പോയിരുന്നോളൂ. താങ്ക് യു. അല്ലേ? ദൈവം സ്വന്തം കൈകൊണ്ട് 10 കൽപ്പന എഴുതി. എവിടെ എഴുതി? കല്ലിൽ എഴുതി. എന്നിട്ട് എവിടെ വെക്കാൻ പറഞ്ഞു? പെട്ടകത്തിൻ്റെ അകത്ത് വെക്കാൻ പറഞ്ഞു. മോശ ന്യായപ്രമാണം എവിടെ എഴുതി? പുസ്തകത്തിൽ എഴുതി. എന്നിട്ട് എവിടെ വെച്ചു? പുറത്ത്. ഇനിയും പറ. അകത്ത് ഇരിക്കുന്നത്, പുറത്തിരിക്കുന്നത്. അകത്തിരിക്കുന്നതിൻ്റെ ദൗത്യം എന്തുവാ? പലതുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞോളൂ. പാപത്തെ
നിർവചിക്കുക, വിശുദ്ധിയെ വെളിപ്പെടുത്തുക. ഇത് രണ്ടും ചെയ്യും. പാപത്തെ നിർവചിക്കുകയും ചെയ്യും, വിശുദ്ധിയെ വെളിപ്പെടുത്തുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ അതിൽ ഒതുക്കി നിർത്താം. ഇപ്പോൾ പുറത്ത് നിൽക്കുന്നതിന് ജോലി എന്തുവാ? ന്യായപ്രമാണ പെട്ടകത്തിൻ്റെ പുറത്തിരിക്കുന്നതിന് ജോലി എന്തുവാ? ലേവ്യ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കണം. അതിൻ്റെ ദൗത്യം എന്തുവാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. യഹോവ പിന്നെയും മോശെയോട് അരുളിച്ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും അബദ്ധവശാൽ പിഴച്ച് പാപക വല്ലതും ചെയ്താൽ അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിന്മേൽ കുറ്റം വരത്തക്കവണ്ണം പാപം ചെയ്തുവെങ്കിൽ താൻ ചെയ്ത പാപനിമിത്തം അവൻ യഹോവയ്ക്ക് പാപയാഗമായി ഊനമില്ലാത്ത ഒരു കാളക്കിടാവിനെ അർപ്പിക്കണം. ഏത് പുസ്തകത്തിലായത്? അകത്തിരിക്കുന്നതാണോ പുറത്തിരിക്കുന്നതാണോ? പുറത്തിരിക്കുന്നത്. അപ്പോൾ സാർ പറഞ്ഞത് ശരിയാ. ഐ റിയലി റെസ്പെക്റ്റ് ഇറ്റ്. സാർ അങ്ങനെ പറഞ്ഞതും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഒരുവിധം ആളുകൾ ഞാൻ സംസാരിച്ചിട്ടുള്ളതിൽ ഈ രണ്ട് ഉണ്ടെന്ന് പറയാൻ തക്കണം പറഞ്ഞാൽ ഇവർക്കിത് തലയിലോട്ട് കയറാത്തതാണോ അതോ കയറാതെ ഈ ഗ്ലാസ് കമത്തി വെച്ച് വെള്ളം ഒഴിച്ചാൽ അതിനകത്ത് ഒരു തുള്ളി പോലും കയറത്തില്ല. അങ്ങനെ തിരിഞ്ഞിരിക്കുന്ന ജനമാണ്. ആ, ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നാലും അത് സ്വീകരിക്കാൻ തക്കണം മനസ്സില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ സാവധാനത്തിൽ ഇരുന്ന് കേട്ടാൽ മനസ്സിലാകും, അല്ലേ? അപ്പം പറയട്ടെ, എന്താണ്? അകത്തിരിക്കുന്നത് ലംഘിച്ചാൽ പ്രതിവിധിയായിട്ട് എന്തോ ചെയ്യണമെന്നാണ് പുറത്തിരിക്കുന്നത് പറയുന്നത്. എന്നാൽ മോശയ്ക്ക് ന്യായപ്രമാണത്തിൻ്റെ പല വകുപ്പുകളുണ്ട്. പാപത്തിൻ്റെ പ്രതിഫലം, ഒരു മനുഷ്യൻ പാപം ചെയ്താൽ ഇന്നത് ചെയ്യണം, പുരോഹിതൻ പാപം ചെയ്താൽ ഇന്നത് കൊണ്ടുവരണം, അല്ലേ? അത് ഏത് നിയമമാണ് പറയുന്നത്? പുറത്തിരിക്കുന്നത്. അപ്പോൾ പുറത്തിരിക്കുന്നൊരു ദൗത്യമുണ്ടോ? പുറത്തിരിക്കുന്നതിനൊരു ദൗത്യം ഉണ്ടോ? ഉണ്ട്. അകത്തിരിക്കുന്നതിനും പുറത്തിരിക്കുന്നതിൻ്റെയും ദൗത്യം രണ്ടല്ലേ? എന്ത് പറയുന്നു? അകത്തിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കി. പെട്ടകത്തിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ന്യായപ്രമാണം പാപത്തെ നിർവചിക്കുന്നു, നീതിയെയും വെളിപ്പെടുത്തും. അങ്ങനെ ഒരു ദൗത്യം ഓടുന്നുണ്ട്. ഇത് ലംഘിച്ചാൽ നീ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, പാപപരിഹാരത്തിനായിട്ട്. അപ്പോൾ ഒരു ഈ കഴിഞ്ഞിടയ്ക്ക് പറയാനാണ്, അത് ശബദിൽ നിങ്ങൾ പള്ളിയിൽ പോകണം. സംഖ്യാപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സ്ഥലം ഞാൻ കേട്ടു, ഓർക്കുന്നില്ല. അപ്പം അവിടെ ആടിനെ കൊണ്ടുപോകണം. അപ്പം നിങ്ങളെന്താ ഇപ്പോൾ ആടിനെ കൊണ്ടുപോകാത്തത്? ശബദിൽ പള്ളിയിൽ പോകണമെന്നെങ്കിൽ ആടിനെ കൊണ്ടുപോകണം, അല്ലേ? ആടിനെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ എന്തോ ഇല്ല, ആലോചന ഇല്ല എന്ന് പറയാം. രണ്ടും രണ്ട് സ്ഥലത്തിരിക്കുക. ആടിനെ കൊണ്ടുവരാനുള്ള നിയമം എവിടെ ഇരിക്കുന്നു? പുറത്തിരിക്കുന്നു. ശബദിനെ ശുദ്ധമായി അകത്തിരിക്കുന്നു. പിന്നെ വാർഷിക ശബദം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞാലും ഇത് മനസ്സിലാകുന്നില്ല, അല്ലേ? അപ്പം അകത്തിരിക്കുന്നൊരു ന്യായം സാറ് ചോദിച്ചുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയാം കേട്ടോ. അപ്പം ന്യായപ്രമാണത്തിന് കീഴിലാകരുതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഏതിൻ്റെ കീഴിൽ? അകത്തിരിക്കുന്നതിൻ്റെ കീഴിലാകല്ലെന്നാണോ പുറത്തിരിക്കുന്നതിൻ്റെ കീഴിലാകല്ല? പൂർണ്ണമായിട്ടൊന്നല്ല. കർത്താവായ യേശുക്രിസ്തു മരിച്ചതിന് ശേഷം എന്നെ അടിമ. എന്നാൽ അവിടെ ഇരിക്കുന്ന ചില കാര്യങ്ങൾക്കൊക്കെ കാലപരിധിയില്ല. ഏതാണ്? ആരോഗ്യ നിയമമുണ്ട്. എടാ, ഒരു മനുഷ്യന് ഒരു കാളയുണ്ടായിരുന്നു. അത് കുത്തിക്കൊല്ലുന്നതാണെന്ന് നീ അറിഞ്ഞു. എന്നിട്ടും അതിനെ സൂക്ഷിക്കാതെ ആ കാള ഒരു മനുഷ്യനെ കുത്തിക്കൊന്നാൽ എന്താണ്? മരണശിക്ഷ. കാളയ്ക്കും അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തിരുന്നില്ല, സൂക്ഷിക്കാമെങ്കിൽ കാളയും ചാകണം, അവനും ചാകണം. ഏത് നിയമമാണ്? അല്ലേ? സിവിൽ ലോ. അപ്പോൾ സിവിൽ ലോ മാറിയിട്ടുണ്ടോ? ഇപ്പോഴും നമ്മുടെ ഇടയ്ക്ക് ഇരിക്കുകയല്ലേ മരണശിക്ഷ, എപ്പോഴും വിധിക്കുന്നു. അപ്പോൾ ഏത് കാര്യത്തെപ്പറ്റിയായി പറയുന്നത്? നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പം നമ്മുടെ പാപത്തിൻ്റെ കുഞ്ഞാട് അറുക്കപ്പെട്ടു. പൗലോസ് പറയാണ് 1 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ പെസഹ കുഞ്ഞാറും പിന്നെ എന്തിനാ കൊണ്ട് അറക്കുന്നത്?
ആഹാ, അപ്പോൾ എന്താ കുഴപ്പമെന്നറിയാമോ? ഈ രണ്ടും രണ്ടായിട്ട് സാറ് മനസ്സിലാക്കുന്ന പോലെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള വിവേകം ഇല്ലാത്തത് കൊണ്ടാണ് ഈ അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നതാണ് ചുരുക്കം. മനസ്സിലായോ ഇല്ലയോ? ആ തന്നെ, നിഴൽ ആവശ്യം ഇല്ല. അതന്നെ ഉണ്ണി, താങ്ക് യു. അല്ലേ? സാക്ഷാൽ കുഞ്ഞാട് വന്ന് മരിച്ചു കഴിഞ്ഞപ്പം, ദൈവത്തിൻ്റെ കുഞ്ഞാട് വന്ന് മരിച്ചു കഴിഞ്ഞപ്പം പിന്നെ മറ്റേ കുഞ്ഞാടിൻ്റെ ആവശ്യം ഇല്ല. അപ്പം അങ്ങനെയുള്ള മോശയുടെ ന്യായപ്രമാണം എന്ത് ആയിപ്പോയി? അത് മാറിപ്പോയി എന്ന് പറയാൻ സാധ്യമല്ല. പ്രവർത്തിച്ച് നിവർത്തിച്ചു. അതെന്നാന്നറിയാമോ? നിഴലായിരുന്ന ന്യായപ്രമാണം ഇങ്ങോട്ട് വന്ന്, ഇങ്ങനെ ഞാൻ മനസ്സിലാകുന്നത്, ഇങ്ങോട്ട് വന്ന് ക്രിസ്തുവിൽ ലയിച്ച് ചേർന്നു. ക്രിസ്തു യാഗമായി കഴിഞ്ഞപ്പോൾ എന്താണ്? ക്രിസ്തുവിൽ യാഗമുണ്ട്. ക്രിസ്തു യാഗം നിന്നുപോയോ? യാഗം നിന്നുപോയി, എൻ്റെ ഇടപാട് കഴിഞ്ഞുപോയി. പുരോഹിതൻ നിന്നുപോയോ? ഇല്ല, നമുക്കൊരു പുരോഹിതനുണ്ട്. പുരോഹിതനില്ലെങ്കിൽ മധ്യസ്ഥനുമില്ല. നമ്മുടെ കാര്യമായി പോക്കാം. ഇതൊന്നും അതെന്നാന്നറിയാമോ? ഈ നിഴലായിരുന്ന ന്യായപ്രമാണങ്ങൾ ഇറ്റ് ഡിഡ് നോട്ട് ടെർമിനേറ്റ് ഇൻ ജീസസ്, ബട്ട് ഇറ്റ് ഗോട്ട് ട്രാൻസ്ഫോംഡ് ഇൻ ജീസസ്, merged into Jesus, and it got transformed. എന്താണ്? ആട് ദൈവത്തിൻ്റെ കുഞ്ഞാടിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അപ്പോൾ ഈ ചോദ്യം ചോദിച്ചിൻ്റെ ആൾ ഇപ്പോഴും നിങ്ങൾ യഹൂദമതമാണോ? അതെ. യഹൂദന് എന്ത് വിശേഷത? വളരെയുണ്ട്. എന്താണ്? എല്ലാം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇത്രയും കാര്യം ചുരുക്കത്തിൽ ഒരു പ്രാവശ്യം കൊടുക്കും. രക്ഷാപദ്ധതി ആരുടെ കൊടുത്തു? അതുകൊണ്ട് കർത്താവ് എന്ത് പറഞ്ഞു? രക്ഷ യഹൂദനിൽ നിന്നല്ലോ. എൻ്റെ പൊന്നെ, ഈ രക്ഷ എന്ന് പറയുന്നത് വേറെ ഒരിടത്തുനിന്നും ഇല്ല. കർത്താവായ യേശു ക്രിസ്തു പറയാണ് രക്ഷ യഹൂദനിൽ നിന്നല്ലോ വരുന്നത് എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ രക്ഷാപദ്ധതി കൊടുത്തിട്ട് നീ ഇത് ലോകത്തിലൊക്കെയും അവൻ തോറ്റുപോയതുകൊണ്ടാണ്. ഇനി മറ്റു കാര്യങ്ങളുണ്ട്. 70 ആഴ്ചവട്ടം ഇങ്ങനെ അനുസരിക്കാതിരുന്നുകൊണ്ട് ദൈവം ദാനിയേലിനോട് പറയാണ്, അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം നിർണയിച്ചു. 70 ആഴ്ചവട്ടം നിനക്കും നിൻ്റെ ജനത്തിനും. അപ്പോൾ അതിന് ആ കൃപാകാലത്തിനുള്ളിൽ നീ തീരുമാനിച്ചോളുക. അപ്പോൾ അവസാനം കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോൾ കർത്താവിനെ മാനിച്ചിട്ടില്ല. അതും കഴിഞ്ഞിട്ട് പിന്നെയും 3.5 വർഷം ആ 70ാമത്തെ ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ ആര് മരിച്ചു? വേറെ വിഷയങ്ങളുണ്ട്. ഇപ്പം അന്തിക്രിസ്തുവിന് 7 കൊടുത്താൽ ക്രിസ്തുവിനൊന്നും ഇല്ലാതെ വരും. അങ്ങനത്തെ കൊടിച്ച മനസ്സിലാകില്ലയോ? ഇതിങ്ങനെ പിണഞ്ഞെടുക്കുക പല കാര്യത്തില്. ഇത് മുഴുവനും മനസ്സിലാകാതെ ഒരു ചുക്കും മനസ്സിലാകത്തില്ല. അപ്പോൾ ആ സമയം കഴിഞ്ഞപ്പോൾ എന്താണ്? സ്തെഫാനോസിനെ കല്ലെറിഞ്ഞിട്ട് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 8-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗമൊക്കെ പറയുന്നത് അവര് ജാതികളിലേക്ക് പോകുന്നതിൻ്റെ തുടക്കം അവിടെ. അതതിൻ്റെ അർത്ഥം കേട്ടോ. അങ്ങനെ ജാതികളിലേക്ക് വന്നപ്പോഴാണ് ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സമയമായതുകൊണ്ട് നിർത്താൻ പോകാം. സാർ ചോദിച്ചോളൂ. അല്ല. താങ്ക് യു വെരി മച്ച് ഫോർ റിമൈൻഡിങ്. അതുകൊണ്ട് നമുക്ക് എവിടെ പോകാം? ഗലാത്യർ 3:27-28 വായിക്കാം. വായിച്ചോളൂ. ആരെങ്കിലും ഇവിടെ വരണം, വായിക്കണം. ഗലാത്യർ 3:27-28. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, പുരുഷനും സ്ത്രീയും എന്നുമില്ല. നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളും ആകുന്നു. ചോദ്യം. താങ്ക് യു.
നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിലോ എന്താണ് അബ്രഹാമിൻ്റെ? ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തുവിനുള്ളവരെങ്കിൽ പിന്നെ എന്തിനാ അബ്രഹാമിൻ്റെ സന്തതിയാകുന്നത്? സാറേ, താങ്ക് യു ഫോർ റിമൈൻഡിങ് ദാറ്റ്. ഇറ്റ് വാസ് നീഡഡ്. അത് വായിച്ചു അല്ലേ? ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നീ എന്തിനാ അബ്രഹാമിന്റെ സന്തതിയാകുന്നെന്നോ? യഹൂദനെ വേണ്ടാന്ന്? നിങ്ങളിപ്പോഴും യഹൂദ മതക്കാരാണോ? ഇവിടെ പൗലോസ് പറയണ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിലോ ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു കഴിക്കുമ്പോൾ ആരുടെ സന്തതിയാകുക? ഞാൻ ചോദിക്കുന്നത്, എന്തിനാ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ എന്തിനാ അബ്രഹാമിന്റെ സന്തതിയാകുന്നത്? നിനക്ക് നേരെ അങ്ങ് പോയിക്കൂടായോ? പറ്റത്തില്ലെന്നാ വാഗ്ദത്തം അബ്രഹാമിനോട് ചെയ്തിരിക്കുന്നു. നിന്റെ സന്തതി ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നീ ആത്മീയ യഹൂദനായി തീർന്നു, അല്ലാതെ നീ എങ്ങും പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ ലോകം, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നവനെ ഈ പറയുന്നത്. നിങ്ങൾ ഇപ്പോഴും വിവരം തൊട്ട് തേച്ചിട്ടില്ല. മഴ പെയ്തപ്പോൾ പോലും പള്ളിക്കൂടത്തിൻ്റെ തന്നെ കയറിയിട്ടില്ല. നനയാതിരിക്കാനെങ്കിലും നീ അവിടെ കയറണ്ട. ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ നീ നിന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള അബദ്ധങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. ഇവിടെ സമയമായതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം. 5 മിനിറ്റ് കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തവും സ്പഷ്ടവുമാണ്. ന്യായപ്രമാണം അനുസരിച്ചുള്ള ഒരു ജഡവും ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെടുകയില്ല. അപ്പോൾ ചോദിക്കും, എങ്കിൽ സെവൻത് ഡേ അഡ്വെന്റിസ്റ്റുകാർ എന്തിനാണ് കൽപ്പന പ്രമാണിക്കുന്നതിന് ഇത്രത്തോളം പറയുന്നത്? നമ്മൾ എന്തിന് അങ്ങനെ രക്ഷിക്കപ്പെടുകയില്ല എങ്കിൽ നാം എന്തിന് ന്യായപ്രമാണം അനുസരിക്കണം? ന്യായപ്രമാണം, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നത് രക്ഷ പ്രാപിക്കുവാനായിട്ടല്ല. അങ്ങനെ ചിന്തിച്ചാൽ യു ആർ മിസ്റ്റേക്കൺ. നമ്മൾ ആരും ന്യായപ്രമാണം അനുസരിക്കുന്നവരെ രക്ഷപ്പെടുകയില്ല. ദൈവ കൽപ്പനകളെ നാം പ്രമാണിക്കുന്നത് നമ്മളെല്ലാവരും ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ടാണ്. We have no other option than to walk in the truth. Right. Thank you. അപ്പോൾ ഒരു വാക്യം കൂടെ വേണേൽ വായിക്കാം. എനിക്ക് തോന്നുന്നു യോഹന്നാൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ സ്ത്രീയെ കൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ തള്ളി. അപ്പോൾ അത് വായിക്കണം. യോഹന്നാൻ 8:10-3. ഇങ്ങ് വാ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ? ഇങ്ങ് വാ. സാറിൻ്റെ പേരെന്തുവാ? ഉദയകുമാർ. അപ്പോൾ സാറ് നേരത്തെ ഏത് സഭയിലായിരുന്നു? പെന്തക്കോസ്ത് സഭയിലായിരുന്നു. ഇപ്പോൾ എവിടാ? അത് യഹൂദന്മാരുടെ സഭയിൽ പെന്തക്കോസ്തായിരിക്കുന്നത് അല്ലേ? പോട്ടെ. ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ സെവൻതഡയിലെ ആദ്യത്തെ ദൂത് കേൾക്കുന്നത് പെന്തക്കോസ്തൽ ഭാഷ ആയിരിക്കുമ്പോൾ ഉണ്ണിസാർ എന്നെ വിളിച്ചു, തൻ്റെ വീട്ടിലേക്ക് ക്ഷണം സ്വീകരിച്ച് കടന്നുപോയി. അന്ന് ആദ്യമായിട്ട് സാറിനെ കാണുന്നു, സാറിൻ്റെ ക്ലാസ് കേൾക്കുന്നു. അത് മുഖാന്തരമാണ് ദൈവാത്മാവ് പ്രവർത്തിച്ചു. ഇപ്പോൾ സത്യസഭയുടെ സെവൻതഡ സഭയുടെ പാസ്റ്ററായി സേവനം ചെയ്യുന്നു. തന്നെയുമല്ല മകന് സ്കൂളിൽ പോകുന്നോ? യെസ്. എത്ര ക്ലാസ് വരെ ആയി? പ്ലസ് വണ്ണിലായി. മകനെ എവിടെ വിടുക? ഫൈസൽ കോളേജിൽ. ഓക്കെ. പാസ്റ്ററാകാനായിരിക്കും. ഓക്കെ, ആയിരിക്കട്ടെ. ഇനി വായിച്ചോളൂ. അവിടെ 8-ാമത്തെ അധ്യായം യോഹന്നാൻ 8. യോഹന്നാൻ 8-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. ശാസ്ത്രിമാരും പരീക്ഷന്മാരും വ്യഭിചാര കുറ്റത്തിന് പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്നു നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു.
ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവരെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരലുകൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന് നിങ്ങളിൽ പാവമില്ലാത്തവൻ അവിടെ ആദ്യം കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരലുകൾ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവ കേട്ടിട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുവായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകൂ, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. താങ്ക് യു. ഓക്കെ, കർത്താവ് പറഞ്ഞ കാര്യമാണ് അല്ലേ? ഇതിനകത്ത് എന്തിനാ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നറിയാമോ? കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്ന ഒരു പാപി, കേട്ടോ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്ന ഒരു പാപി, ഞാൻ നിന്നെ കുറ്റം വിധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ നിനക്ക് നിൻ്റെ പാപങ്ങളൊക്കെയും മോചിച്ചു തന്നിരിക്കുന്നു, പോക ഇനിമേൽ എന്ന് പറഞ്ഞാൽ ഇനിമേൽ വ്യഭിചാരം. അപ്പോൾ വ്യഭിചാരം ചെയ്യാതിരിക്കുന്ന ആരാ? രക്ഷിക്കപ്പെട്ടവരാ. അതാ സാറ് ഓർപ്പിച്ചത്. ഞാനതിൻ്റെ ഭാഗം അങ്ങ് വായിച്ചെന്നുള്ളേ ഉള്ളൂ. ആരാ കൽപ്പന അനുസരിക്കുന്നത്? രക്ഷിക്കപ്പെട്ടവരാ. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരാരാ? ന്യായപ്രമാണത്തെ ദൈവമാക്കി ന്യായപ്രമാണം അനുസരിച്ച് രക്ഷ പ്രാപിക്കാമെന്ന് വിശ്വസിക്കുന്ന കൂട്ടരെയാണെന്ന് പറയുന്നത്. ന്യായപ്രമാണത്തിന് അടിമത്വത്തിൽ കീഴിൽ, നുഖത്തിൻ്റെ അടികൾ എന്ന് പറയുന്നത് അല്ലേ? കാര്യം മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു അല്ലേ? പോക ഇനിമേൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലുന്ന ഏത് പാപിയോടും പറയാണ്. അപ്പം ഓക്കട്ടെ, ഇവന് മോഷ്ടിക്കുന്നവനായിരുന്നെങ്കിൽ എന്താണ് കർത്താവ് എന്തു പറഞ്ഞേനേം? നീ പോക ഇനിമേൽ. കള്ളം പറയുന്നവനാണെങ്കിലോ കർത്താവ് എന്തു പറയുന്നേനും? ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, പോക ഇനിമേൽ കള്ളം പറയരുത്. വിഗ്രഹത്തെ ആരാധിക്കുന്നതായിരുന്നെങ്കിലോ പോക ഇനിമേൽ. ശബദം ലംഘിക്കുന്നവനായിരുന്നെങ്കിലോ പോക ഇനിമേൽ. ഞാൻ പുസ്തകം മടക്കുക, സമയമായി പോയതുകൊണ്ട്.